ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. തട്ടുകടയിലൊക്കെ കിട്ടൂലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊരിച്ച പത്തിരി. കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചായൻ്റെ ഒപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് അല്ലേ. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒട്ടും എണ്ണ ഒന്നും കുടിക്കാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ചെറിയ ജീരകമില്ല അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. വല്ലാണ്ടങ്ങ് എന്താ പറയുക ഫൈനായിട്ട് അരഞ്ഞു പോകരുത് കേട്ടോ. ഇനിയിപ്പോൾ അത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒരു 4 വെളുത്തുള്ളിയും ഒരു ചെറിയ മീഡിയം സൈസ് ഉള്ളിയും ഒരു പച്ചമുളകും കട്ട് ചെയ്തെടുത്തതാണ്. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതും പേസ്റ്റായിട്ട് അരഞ്ഞു പോകണ്ട കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച് ഉള്ളീൻ്റെ മിക്സ് ഇല്ലേ, ചതച്ച് വെച്ചില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം ഉണ്ടാവില്ലേ, അത് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം വഴറ്റി കൊടുത്ത് അതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് വറുത്ത അരിപ്പൊടി ആട്ടോ എടുത്തത്. അതിലേക്ക് 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള അളവിൽ 2 കപ്പിന് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലോണം തിളക്കണം കേട്ടോ. ജസ്റ്റ് ചൂടായാൽ മാത്രം ഒന്നും പോരാ, നല്ലോണം വെട്ടി തിളക്കണം. അപ്പോൾ ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ 2 കപ്പ് വറുത്ത അരിപ്പൊടി കേട്ടോ, ഞാനെടുത്ത പച്ചരിപ്പൊടിയാണ്. ഇത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അന്നേരം തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇടിയപ്പെല്ലാം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടിയില്ലേ, പച്ചരിപ്പൊടി, അതാട്ടോ വേണ്ടത്. പൊടി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. ഒരു 3 മിനിറ്റ് അങ്ങനെ തന്നെ അതിൽ കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് അതിൻ്റെ മൂടി തുറക്കാം കേട്ടോ. അപ്പോൾ ഒരു 3 മിനിറ്റോളം അങ്ങനെ തന്നെ വെക്കുക. ഇപ്പോൾ ഇതാ 3 മിനിറ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഒരിളം ചൂടോടെ തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം കേട്ടോ. ചൂട് പോകാനും വെയിറ്റ് ചെയ്യരുത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കറുത്ത എള്ളില്ലേ, അത് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ചതച്ച് വെച്ച തേങ്ങൻ്റെ മിക്സ് ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം കുഴച്ചെടുക്കുക. കൈ ചൂട് നല്ലോണം തട്ടുന്നുണ്ടെന്ന് തോന്നുമ്പോൾ ജസ്റ്റ് കൈ ഒന്ന് കഴുകിയിട്ട് കുഴച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം കുഴച്ചെടുക്കുക. ചൂട് മാറരുത് കേട്ടോ. ഒരു ഇളം ചൂട് വേണം കുഴക്കുമ്പോൾ. നല്ല സോഫ്റ്റായിട്ട് കുഴക്കാൻ വേണം കേട്ടോ, ഒട്ടും ക്രാക്കൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഇതാ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും കൂടി നല്ലോണം മിക്സ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് നല്ല സോഫ്റ്റായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇത് 2 ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പരത്താനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ബോൾസ് എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. വല്ലാണ്ടങ്ങ് തിന്നായിട്ട് പരത്തരുത് കേട്ടോ. ഒത്തൊരു കട്ടി തന്നെ കേട്ടോ. ഈ പൊരിച്ച പത്തിരി എപ്പോഴും ഉണ്ടാവല്. കട്ടി കൂടി പോകാനും പാടില്ല. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു മൂടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കട്ട് ചെയ്യുന്ന കട്ടർ ഉണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിലാട്ടോ ഏകദേശം വേണ്ടത്. വല്ലാണ്ട് കട്ടി കൂടി പോകരുത്, വല്ലാണ്ട് കട്ടി കുറഞ്ഞ് പോവുകയും ചെയ്യരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയ ഓയിലാണ്. എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 2 സൈഡും തിരിച്ചും മറിച്ച് വിട്ടിട്ട് തീ കുറച്ച് വെച്ച് ഒരിക്കലും ഫ്രൈ ചെയ്യരുത്. എന്നപ്പോൾ ഇത് എണ്ണ കുടിക്കും കേട്ടോ. പത്തിരി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം കേട്ടോ എപ്പോഴും. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊരിച്ച പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറികളൊന്നും ഇല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇതാ തേങ്ങ അരച്ച ചിക്കൻ കറീൻ്റെ ഒപ്പം കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.